അതിന്റെ വിശദാംശങ്ങളാണ് ഷെബിൻ മെഹബൂബ് നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയയുടെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 4 CPIM പ്രവർത്തകർ കൂടി ജാമ്യം കിട്ടിയിരിക്കുന്നു. സർക്കാരിന്റെയും EDയുടെയും എതിർപ്പ് തള്ളിയാണ് ഹൈക്കോടതി ജാമ്യം നൽകിയത്. സെയ്ഫ് സൈനുലാബ്ദീൻ വിശദാംശങ്ങളുമായി. സെയ്ഫ്, 4 പേർ കൂടി ആശ്വാസം. എങ്ങനെയാണ് ജാമ്യം അനുവദിച്ചത്? എന്തെല്ലാം കാര്യങ്ങളാണ് കോടതി പരിഗണിച്ചത്? 9 പേർക്ക് കഴിഞ്ഞ ദിവസം ജാമ്യം നൽകിയിരുന്നു സീഫു. അതേ വാദങ്ങൾ തന്നെയാണ് അഭിഭാഷകർ മുന്നോട്ട് വെച്ചത്. അതേ വാദങ്ങൾ കോടതി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഇത് വധശ്രമ കുറ്റം അത് നിലനിൽക്കുന്നതല്ല എന്നുള്ളതാണ് കോടതി വാക്കാൽ ഇത്. അതോടൊപ്പം തന്നെ ഇവർക്ക് പരിക്ക് പറ്റിയത് അതീവ ഗുരുതരമായ പരിക്കല്ല. 67 ദിവസമായിട്ട് അവർ ജയിലിലാണ് ഉള്ളത്. അന്വേഷണം അവസാന ഘട്ടത്തിലാണ്. ഈ ഘട്ടത്തിൽ അക്രമം ഗൗരവതരമാണ് എന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ജാമ്യത്തിലാസനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് 9 പ്രതികൾക്ക് ജാമ്യം നൽകിയത്. അതേ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ 4 പ്രതികൾക്ക് കൂടി ഇന്ന് ജാമ്യം നൽകിയിരിക്കുന്നത്. അങ്ങനെ 13 പ്രതികൾക്ക് ഹൈക്കോടതിയിൽ നിന്ന് നിലവിൽ ജാമ്യം ലഭിച്ചിട്ടുണ്ട്. നിലവിൽ ഇന്ന് ജാമ്യം ലഭിച്ചത് രാഹുൽ, വൈശാഖ്, അമൽ, രാജ് എന്നീ 4 പേർക്കാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. 13 പേർക്ക് ഹൈക്കോടതിയിൽ നിന്നും ഒരാൾക്ക് സെഷൻസ് കോടതിയിൽ നിന്നും ജാമ്യം ലഭിക്കുകയുണ്ട്. അങ്ങനെ മൊത്തം 14 പ്രതികൾക്ക് ജാമ്യം ലഭിച്ചു. ഈ 11 പേർക്ക് കൂടി ജാമ്യം ലഭിക്കാറുണ്ട്. അവർ വരും ദിവസങ്ങളിൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലാണ് ഇപ്പോൾ മൊത്തം 14 പേർക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. 13 പേർക്ക് ഹൈക്കോടതിയും ഒരാൾക്ക് സെഷൻസ് കോടതിയുമാണ് ജാമ്യം നൽകിയത്. എന്തായാലും 65 ദിവസമായി ജാമ്യം ലഭിക്കാതെ ജയിലിൽ കഴിയുന്ന പ്രതികൾക്കാണ് ഇപ്പോൾ വലിയ ആശ്വാസകരമായി ഹൈക്കോടതി വിധി എത്തിയിരിക്കുന്നത്. 4 പേർക്ക് കൂടി ഇന്ന് ജാമ്യം അനുവദിച്ചതോടെ മൊത്തം 14 പേർക്ക് ഈ കേസിൽ ജാമ്യം ലഭിച്ചിരിക്കുന്നു. വിശദാംശങ്ങൾ നൽകിയത് സെയ്ഫ് സൈനുലാബ്ദീൻ. പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന കൂടുതൽ പ്രതികൾക്ക് ഇപ്പോൾ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്.